ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുളകൊക്കെ ഒന്ന് പറിച്ചെടുത്താലോ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ. ഇപ്പം ഞാൻ പറിക്കുന്നത് ഒരു ഉണ്ട മുളകാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല. പക്ഷെ ഞാനിത് കറിക്ക് അങ്ങനെ ഇടാറില്ല. ഇത് നന്നായിട്ട് പഴുപ്പിച്ചിട്ട് ഈ ഒരു പരുവെത്തുമ്പോൾ പറിച്ച് കഴുകി നന്നായിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഉണക്കമുളകൊക്കെ ഇടുമല്ലോ കറികളിൽ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഉണ്ടമുളക് ഞാൻ പച്ചയ്ക്ക് പറിച്ചിട്ട് കറിക്കിടാറ്. വലിയ എരിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നാട്ടിൽ ഇതേപോലെ എരിവുള്ള ഉണ്ടമുളകും കിട്ടാനുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുള്ളത് എരിവില്ലാത്തതായിപ്പോയി. അപ്പം ഞാനൊരു വഴുതനയൊക്കെ പറിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് 2 വലിയ മുളക് പറിച്ചിട്ടുണ്ട്. അങ്ങനെ പറിച്ചു പോയപ്പോഴാണ് ഇവിടെ 2 പച്ചത്തക്കാളി ഇരിക്കണേണ്ടത്. അപ്പം ഞാൻ പച്ചത്തക്കാളിയും പറിച്ചെടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, തക്കാളി പഴുത്ത തക്കാളീൻ്റെ പച്ചത്തക്കാളി പഴുത്ത തക്കാളീൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുക്കും കേട്ടോ. പിന്നെ ഇതിങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എലിയൊക്കെ കടിക്കും തക്കാളി. അപ്പോൾ നമുക്ക് തക്കാളി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ തക്കാളി പറിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ ഇപ്പോൾ പറിച്ചെടുക്കുന്നത് വലിയ മുളകാണ്. ഇത് സിറ മുളകാണ്. നല്ല എരിവുള്ളതാണ്. ഒരു കറിക്ക് ഒരു 2 മുളക് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു കൊട്ട നിറച്ച് ഞാൻ മുളകും 2-4 തക്കാളിയും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വൈകുന്നേരം മാത്രം പൂക്കുന്ന ഈ ഒരു പൂവും കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ചെടിയുടെ പൂവാണെന്ന് കമൻറ്റിൽ പറയണേ.